ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് കുറേ ദിവസമായി ഡൗട്ടായിരുന്നു. പക്ഷേ പതിയെ സത്യങ്ങൾ തെളിഞ്ഞു വന്നു എന്ന് തന്നെ പറയാം. യൂട്യൂബേഴ്സ് തന്നെ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ സത്യം തെളിയിച്ചെടുത്തത്. ഇത് ഇത്ര പോലീസ് കേസും കാര്യങ്ങളും ആയതെന്ന് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ പറയാം അല്ലേ. അങ്ങനെയാണ് സത്യം പുറത്ത് വന്നതെന്ന് തന്നെ പറയാം. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചത് കാരണം ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇപ്പോൾ 10 പേർക്ക് ആഹാരം കൊടുക്കാനോ ഒന്നും നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ല. അപ്പം ആ സ്ത്രീ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ സത്യാവസ്ഥയും കാര്യങ്ങളും പുറത്ത് വന്നതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കും. നമ്മളായിട്ട് അതിനൊരു പ്രശ്നം അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് എടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ റിയാക്ഷൻ ചെയ്യുന്ന കണ്ടിട്ട് പോലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യാത്തത് അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ കാര്യത്തിലാണെന്ന് പറഞ്ഞാൽ പോലും ആ പെൺകുട്ടി ഇതിന് മുന്നേ ഷീ ടോക്സ് എന്നൊരു പറഞ്ഞ യൂട്യൂബ് ചാനലിലെ പെൺകുട്ടിയാണ് ഇത് തെളിവ് സഹിതം കൊണ്ടുവന്നത്. ഡേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് ഇത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ, അത് കല്യാണത്തിന് മുൻപേ തന്നെ അനാഥാലയത്തിൽ വെച്ച് തന്നെ ഗർഭിണിയായിരുന്നു. അതാണ് 7ാം മാസം പ്രസവിച്ചത്. എങ്ങനെ ഒരു നല്ല വെയിറ്റോട് കൂടിയ ഒരു കുഞ്ഞായിരിക്കും, അങ്ങനെയുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ നിരത്തിയതിന് പിന്നാലെയാണ് ഒരുപാട് റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ കേസെടുത്തു. അപ്പം മനോരമ ചാനലൊക്കെ, ന്യൂസ് ചാനലൊക്കെ ഇപ്പോൾ ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയേണ്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുമക്കളെ എന്ന് പറയാം. നന്മ മരങ്ങളെല്ലാം താഴേക്ക് ഇടിഞ്ഞു വീണു എന്ന് തന്നെ പറയാം അല്ലേ. ഒരുപാട് നന്മ മരങ്ങളായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത്രയും ഇതിൽ പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട് എങ്കിൽ ഇവരെന്തിനീ കല്യാണം എന്ന ചടങ്ങ് ഇത്രയും പബ്ലിസിറ്റി ആക്കാൻ തുടങ്ങി? അനാഥ മന്ദിരത്തിലെ നന്മ മരമായിട്ടുള്ള അമ്മ സ്വന്തം മോന് കല്യാണം കഴിച്ചു കൊടുത്തു, അനാഥ പെൺകുട്ടീനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ന്യൂസുകൾ ഇത്രയും. കാരണം ഒക്ടോബർ 23, 24 അതേ ആ സമയത്തായിരുന്നു തോന്നുന്നു കല്യാണം നടന്നിരുന്ന സമയം. ആ സമയത്ത് നമ്മളെല്ലാവരും ഒരുപോലെ ഈ പെൺകുട്ടീനെ നെഞ്ചിലേറ്റി, ഈ കുടുംബത്തെ നമ്മൾ നെഞ്ചിലേറ്റി എന്ന് പറയും. കാരണം ഇത്രയും നല്ലൊരു കാര്യം അവർക്ക് ചെയ്യാൻ തോന്നിയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്തവരാണ്. പക്ഷേ ഒരിക്കലും ഇങ്ങനെ ഒരു 7ാം മാസം കുഞ്ഞ് ജനിച്ചു, അതിനെന്തോ സംശയമുണ്ട്, കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടി രംഗത്ത് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പെൺകുട്ടീനെ എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ കാര്യമുണ്ട്, ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഇപ്പം പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ ആണ് പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നത്. അത് ഏറ്റവും ഒരു തെറ്റ് തന്നെയാണ്. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞു നോക്കുമ്പോൾ ഇതിൻ്റെ എതിരെ കേസ് വരികയാണെങ്കിൽ 3 4 വർഷം അല്ലെ 7 വർഷമൊക്കെ തടവ് വരുമോ ഇല്ലയോ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച്, ചിലർ 3 വർഷം എന്ന് പറയും, ചിലർ 7 വർഷം, കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് നിയമവശങ്ങളൊന്നും അറിയത്തില്ല. എങ്കിൽ പോലും അവൻ അകത്ത് കടക്കേണ്ടി വരുമായിരിക്കാം. ചിലപ്പോൾ ഇത് ഒതുക്കി തീർക്കുമോ അങ്ങനെയൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ അനാഥാലയത്തിൻ്റെ പിറകിലാണെങ്കിലും ഒരുപാട് ദുരൂഹതകളും കാര്യങ്ങളും തെളിഞ്ഞു വരികയാണ്. ഉദയഗിരിജ എന്ന് പറഞ്ഞാൽ ഡാഡി ഗിരിജ എന്ന് തന്നെ പറയാല്ലേ. പുള്ളിക്കാരിയുടെ ആദ്യത്തെ ബന്ധത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒറ്റ വീഡിയോയിൽ പറഞ്ഞ് ഇവരുടെ കുടുംബ പ്രശ്നം പറഞ്ഞ് തീർക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. അതുപോലെയുള്ളൊരു സത്യം പറഞ്ഞാൽ ഇവർ ഫുള്ള് ഇവരുടെ കുടുംബം നാറി എന്ന് തന്നെ പറയാം അല്ലേ. സത്യം പറഞ്ഞാൽ ഇത് ഇച്ചിരി മോശമായിപ്പോയി. കാരണം ആ കല്യാണത്തിന് മുന്നേ ഗർഭിണിയാകുക, എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ വലിയ നന്മ മരങ്ങളായിക്കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. ന്യൂസ് വന്നപ്പോഴാണ് നമുക്ക് ഇത്രയും, ഈ ന്യൂസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നില്ല. നമുക്ക് തെളിവുകളില്ലാതെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് അത് പിന്നെ ശരിയല്ല എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാഞ്ഞത്. ഏതായാലും ഇപ്പോൾ ന്യൂസ് ചാനലിൽ തന്നെ വന്നിട്ടുണ്ട്, പോക്സോ കേസ് എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ്. അറസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഏതായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ വെറും റീലുകൾ മാത്രമാണ്, ഇതൊന്നും റിയൽ അല്ല കേട്ടോ, മിന്നുന്നതൊന്നും പൊന്നല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബേഴ്സും അല്ലെ ഫാമിലീസും ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. നമ്മൾ ഒരുപാട് നന്മമരങ്ങളായിട്ട് എടുത്ത് മനസ്സിൽ കയറ്റി വെച്ച ആൾക്കാരാണ് ഇപ്പോൾ ഇടിഞ്ഞ് താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും, പക്ഷേ ഒറ്റ വീഡിയോ നമുക്ക് സംസാരിക്കാം. ഏതായാലും ഇത് കേസായിട്ടുണ്ട്. കാരണം ഷീ ടോക്സ് എന്ന് പറയുന്ന പെൺകുട്ടീനെ നമ്മൾ ഒരു സല്യൂട്ട് കൊടുക്കണം. കാരണം ഇത് പുറത്ത് കൊണ്ടുവന്നതിൽ ആ പെൺകുട്ടിക്കും പങ്കുണ്ട് എന്ന് തന്നെ പറയും. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് അപ്പം ഡോക്ടർ തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്ന് മൊഴി നൽകിയിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഏതായാലും ആ പെൺകുട്ടി കാരണമാണ് ഇത് വന്നത്. ഏതായാലും നമുക്ക് ആ കേസിൻ്റെ ആ ന്യൂസിലേക്കൊന്ന് പോകാം. പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി പ്രസവിച്ചു. പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്ന പരാതി ഉയർന്നതോടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിഷയം പരിശോധിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അനാഥാലയ നടത്തിപ്പുകാരിൽ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-നായിരുന്നു വിവാഹം. 7 മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ 2-ന് യുവതി കുഞ്ഞിന് ജന്മം നൽകി. പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് CWC
ന്യൂസ് കണ്ടപ്പോൾ കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വന്നു എന്ന് തന്നെ പറയാം അല്ലേ. ന്യൂസ് ചാനലിലൂടെ ഒരു ന്യൂസ് വന്നപ്പോൾ ഇനി നമുക്ക് ധൈര്യത്തോടെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. ഇത് കള്ളമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും വലിയ ഒരു അനാസ്ഥ തന്നെയാണെന്ന് പറയാം. കാരണം അത്രയും സേഫായിട്ട് അനാഥ മന്ദിരത്തിൽ നോക്കേണ്ട ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി അനാഥ മന്ദിരത്തിൽ വെച്ച് ഗർഭിണിയാകുക, അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവരുടെ കുടുംബത്തെ നല്ല രീതിയിലാക്കാൻ വേണ്ടി നന്മമരമായിട്ടുള്ള അമ്മ മകന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. എന്തൊക്കെ നാടകീയ രംഗങ്ങളാണല്ലേ നടന്നത്. 18 വയസ്സ് കഴിഞ്ഞ് അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് കൊല്ലത്ത് വേറെ സ്ഥലത്തേക്ക് ഇവരെ ഷിഫ്റ്റ് ചെയ്യണം, അതുകൊണ്ടാണ് കല്യാണം കഴിച്ചത്, പെട്ടെന്ന് കല്യാണം ഉണ്ടായത്, എന്തൊക്കെയാണല്ലേ പറഞ്ഞത് ലാസ്റ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും പ്രശ്നമാകാൻ ആൾക്കാർക്കെല്ലാം ഇതിൽ സംശയം. ആ പെൺകുട്ടി വീഡിയോ ചെയ്തെങ്കിലും ആൾക്കാർക്ക് അത്രയും അധികം ഒരു സംശയം തോന്നിയില്ലായിരുന്നു. പിന്നെയും സംശയം തോന്നാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ 3 പേരെ ഇവരാവശ്യമില്ലാതെ ആൾക്കാർക്കെല്ലാം ഇൻ്റർവ്യൂ കൊടുക്കാനിരുന്നാണ് ഏറ്റവും ഇവർക്ക് പാളിപ്പോയൊരു തെറ്റെന്ന് പറയാം. കാരണം ആ ഇൻ്റർവ്യൂവിന് ഇവർ ഓരോരുത്തരും ഓരോ മറുപടിയാണ് പറയുന്നത്. ഒരാളും ഒരുമിച്ചൊരു മറുപടി പറയുന്നില്ല, ഒരേ ഉത്തരം പറയുന്നില്ല. അതാണ് ഇവർക്ക് പറ്റിയൊരു തെറ്റ്. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു എന്നെ ബീച്ചിൽ പോയിട്ട് വന്നപ്പോൾ പെട്ടെന്ന് പെയിൻ വന്ന് ഹോസ്പിറ്റലിലേക്ക് പോയതാണെന്ന് പറയുന്നത്. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നു ബാത്റൂമിൽ ഒന്ന് തെന്നി വീണായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ പെങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഡെലിവറി ഉണ്ടാകുമെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞതായിരുന്നു എന്ന്. അപ്പം മൂന്ന് മറുപടികളാണ്. ഇതാണ് ആൾക്കാർക്ക് ഇത്രയും അധികം സംശയം ഉയർത്തിയതും ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ ഈ ടോപ്പിക് എടുക്കാനുള്ള മെയിൻ കാര്യവും ഇത് തന്നെയാണ്. അതും ആ പെൺകുട്ടി നല്ല വിശദമായിട്ട് പറഞ്ഞിട്ട് ഏതായാലും നമുക്ക് ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഞങ്ങൾ ബീച്ചിൽ ഞാനും അവളും അനാമികയും വർഷളിയനും ഉണ്ടായിരുന്നു. പോയപ്പോഴത്തേന് വേദന വന്ന് അളിയൻ അവിടുന്ന് ഏറ്റവും സ്പീഡിൽ വന്നേ. അളിയൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വീണ് ബാത്റൂമിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചാൽ ഇതിൻ്റെ ബാക്കി തെളിവുകൾ വരത്തുള്ളൂ കേട്ടോ. ഇത് പീഡനമാണോ അതോ ആ പെൺകുട്ടി അറിഞ്ഞുകൊണ്ടാണോ ഇത് സംഭവിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ ഇത് പോക്സോ കേസിൽ പെടുക തന്നെ ചെയ്യും, പെടാതിരിക്കത്തില്ല ഒരിക്കലും. ഏതായാലും ഇതിൻ്റെ കൂടുതൽ തെളിവുകൾ വരുന്നില്ല. ഏതായാലും ഈ ന്യൂസ് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയും പറയണമെന്ന് വിചാരിച്ചു. ഏതായാലും ബാക്കി ഒരുപാട് സത്യം പറഞ്ഞാൽ ഈ അനാഥാലയം എന്ന് പറയുന്ന ആ ജീവൻമാത കാരുണ്യ ഭവൻ അടച്ചു പൂട്ടുക തന്നെ ചെയ്യണം. കാരണം അതിൻ്റെ കീഴിൽ ഇത്രയും പ്രവൃത്തികൾ, അതുപോലെ തന്നെ അവിടെയുള്ള അമ്മമാർ സഹിതം ഒരുപാട് ആൾക്കാർ വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെണ്ണുമുള്ള കല്യാണം കഴിച്ച സത്യം പറഞ്ഞാൽ ഉദയഗിരിജയല്ല ഡാഡി ഗിരിജ എന്ന് തന്നെ പറയാം. അതാണ് ഇപ്പോൾ അവർക്ക് നൽകി ചാർത്തിയിരിക്കുന്ന ലേബൽ എന്ന് പറയാം. കാരണം ഇവർ കല്യാണം കഴിച്ച വ്യക്തിയുടെ കുറേ ഗുണ്ടാ സംഘത്തിലുള്ളതാണ്, കുറേ ദൂഷ്യങ്ങളും കാര്യങ്ങളും എല്ലാം സകലതും ഇവർ ആദ്യ ഭർത്താവിൻ്റെ മരണത്തിലുണ്ടായ ദുരൂഹതകളെല്ലാം ഇങ്ങനെ നീക്കി ചുരുളഴിഞ്ഞ് വരിക. നമുക്കിത് ഒറ്റ വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല. ഏതായാലും ഈ ന്യൂസിനെതിരെ ഏതായാലും ഇത് ഏറ്റവും വലിയ അനാസ്ഥ തന്നെയാണ്. ഒരു അനാഥ മന്ദിരം അത്രയും സേഫായിട്ട് നടത്തേണ്ട ഒരു സ്ഥാപനത്തിൽ ഇത്രയും പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ പെണ്ണുങ്ങൾ ഗർഭിണിയാകുക, എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹത്തിൽ നടക്കുക. ഇതൊക്കെ കൊണ്ടുവരിക, ഇതൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ, കേസെടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു വിധത്തിൽ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരും. ആ കുട്ടി ഏതായാലും അവർ സന്തോഷത്തോടെ ജീവിക്കുന്ന അവർക്കൊരു കുട്ടിയുണ്ടായി, അവരുടെ ഭാവിയൊക്കെ ജയിലിൽ പോയാൽ അതിനുള്ള ഭാവിയും കാര്യങ്ങളും. പക്ഷേ നമ്മളിതിൽ കേസെടുക്കാതെ ഇത് മാറി നിന്നാൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുക. തെറ്റ് ചെയ്തവർ വെള്ളം കുടിക്കുക തന്നെ, തെറ്റ് ചെയ്തവർ അനുഭവിക്കുക തന്നെ ചെയ്യട്ടെ അല്ലേ. നമ്മൾ മനുഷ്യത്വം ഈ കാര്യത്തിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.